നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ യുവാക്കൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡാണ് ഗെറ്റ് റെഡി വിത്ത് മീ അഥവാ GRWM. ഫാഷൻ ഇൻഫ്ലുവൻസർമാരും കണ്ടന്റ് ക്രിയേറ്റർമാരും ഉപയോഗിക്കുന്ന ഈ ട്രെൻഡിലേക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയത്. പക്ഷേ ഫാഷൻ കാണിക്കാനല്ല, കൈത്തറി വസ്ത്രങ്ങളെ ആഘോഷിക്കാനാണ്. എന്തുകൊണ്ടാണ് മോദി വീണ്ടും യുവാക്കളുടെ ഭാഷ സംസാരിക്കുന്നത്? ഇത് ഒരു സാധാരണ വീഡിയോ മാത്രമാണോ, അതോ പുതിയ തലമുറയുമായി ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ആശയവിനിമയ തന്ത്രമാണോ? നമുക്ക് പരിശോധിക്കാം. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി തന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ പങ്കുവച്ചത്. യുവാക്കളോട് അദ്ദേഹം പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. കൈത്തറി വസ്ത്രം ധരിക്കൂ, ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ തയ്യാറാക്കൂ, അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കൂ. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കുന്ന അതേ ആവേശത്തിൽ ദേശീയ കൈത്തറി ദിനവും ആഘോഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സന്ദേശം മാത്രമല്ല, അത് അവതരിപ്പിച്ച രീതിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യുവാക്കളിലേക്ക് എത്താൻ സോഷ്യൽ മീഡിയയിലെ പുതിയ ട്രെൻഡുകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇവയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സമീപനമാണ് മോദി സ്വീകരിച്ചു വരുന്നത്. പരീക്ഷാകാലത്ത് വിദ്യാർത്ഥികളുമായി പരീക്ഷാ പേ ചർച്ച, ഫിറ്റ്നസ് ക്യാമ്പയിനുകൾ, സെൽഫി ക്യാമ്പയിനുകൾ, വിവിധ സോഷ്യൽ മീഡിയ ചലഞ്ചുകൾ, ഇങ്ങനെ യുവാക്കൾ കൂടുതലായി ഇടപെടുന്ന രംഗങ്ങളിലെല്ലാം അദ്ദേഹം സന്ദേശങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ തുടർച്ചയായി തന്നെയാണ് GRWM ട്രെൻഡും ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുക. മോദിയുടെ വാക്കുകളിൽ കൈത്തറി വെറും വസ്ത്രമല്ല, ഓരോ കൈത്തറി ഉൽപ്പന്നത്തിന്റെയും പിന്നിൽ ഒരു നെയ്ത്തുകാരന്റെ അധ്വാനവും കഴിവും ജീവിതവുമുണ്ട്. അതുകൊണ്ട് കൈത്തറി ഉപയോഗിക്കുന്നത് ഫാഷൻ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, പ്രാദേശിക ഉൽപ്പന്നങ്ങളെയും ചെറുകിട തൊഴിലാളികളെയും പിന്തുണയ്ക്കുന്ന ഒരു സാമൂഹിക സന്ദേശം കൂടിയാണ്. ഇതുതന്നെയാണ് അദ്ദേഹം നിരന്തരം മുന്നോട്ട് വയ്ക്കുന്ന വോക്കൽ ഫോർ ലോക്കൽ ആശയത്തിന്റെ ഭാഗവും. അതേസമയം രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഇന്നത്തെ ഇന്ത്യയിൽ യുവാക്കളാണ് ഏറ്റവും വലിയ ഡിജിറ്റൽ പ്രേക്ഷക സമൂഹം. അതിനാൽ യുവാക്കൾ ഉപയോഗിക്കുന്ന ഭാഷയും ട്രെൻഡുകളും പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രധാനമായി മാറുകയാണ്. GRWM വീഡിയോയും അത്തരമൊരു ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം സമീപനങ്ങൾ യുവാക്കളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നത് ഇനിയുള്ള കാലം തെളിയിക്കും. ഒരു കാര്യം വ്യക്തമാണ്, സോഷ്യൽ മീഡിയ ട്രെൻഡുകളെ വെറും വിനോദമായി കാണാതെ സാമൂഹികവും സാമ്പത്തികവുമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വേദിയായി ഉപയോഗിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിലൂടെ ശ്രമിക്കുന്നത്. ഈ GRWM ക്യാമ്പയിൻ യുവാക്കളിൽ ട്രെൻഡാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.